സത്യം പറയാലോ, നിങ്ങളിപ്പോ പറഞ്ഞതിന്റെ ചിരിച്ചതിന്റെ ഒന്നും പൊരുള് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിക്ക് അത്രയോ വിവരമുള്ളൊന്ന് കൂട്ടിയാ മതി. അതന്നെ വിവരം ഇല്ലാന്ന് മനസ്സിലായി. ദുരക്കൊട്ടും കുറവില്ല. 7 വിളിച്ചിടത്തേക്കൊന്നും വരാൻ പോലും മനസ്സില്ലാത്ത വലിയ ദുരഭിമാനിയല്ലേ. പിന്നെ എന്താ ഇത്ര ഓടിപ്പിടിച്ച് വന്നത്? ഓ, ഞാനാ പറഞ്ഞതിലുള്ള ശുണ്ഠിയല്ലേ രാത്രിക്ക്. സത്യം പറയാലോ, രാത്രി വിളിച്ചപ്പോ ഓടി വരാനിരുന്നതാ ഞാൻ. പക്ഷെ അങ്ങനെ ചെയ്യണത് നല്ല നമ്പൂരാർക്ക് ചേർന്നതല്ല നേട്ടം പറഞ്ഞതുകൊണ്ടാ. അപ്പോഴങ്ങനെ ഒരു ഗൗരവം നടിച്ച്. പിന്നെ ചിന്തിച്ചപ്പോ തോന്നി ഗൗരവത്തെക്കാൾ നല്ലത് സ്നേഹം തന്നെയല്ലേന്ന്. അത് പ്രകടിപ്പിക്കുന്നതിൽ എന്താ തെറ്റെന്ന്. വലിയ സ്നേഹാടോ എനിക്ക് തന്നോട്. അതെത്രയാന്ന് എനിക്ക് ഈശ്വരന്മാർക്കും മാത്രമേ ആവും. അറിയാം, പാതിരാത്രിക്ക് ആ സ്നേഹം കുറച്ചു കൂടും. ഇത്തിരി കഴിയുമ്പോൾ അതൊന്ന് തണുക്കും. പകലാവുമ്പോ പിന്നെ ഒട്ടും ഉണ്ടാവില്ല. രാത്രി പറഞ്ഞതും നിക്ക് മനസ്സിലായില്ല കേട്ടോ. നിക്ക് അത്രേ വിവരങ്ങളൊന്നും കൂട്ടിയാ മതി. അതന്നെ രാത്രിക്ക് മുഷിഞ്ഞു തുടങ്ങിയെന്ന് തോന്നണോ? ഉറക്കം വരണോ വെച്ചാ കിടന്നോളൂ. നിക്ക് കുളിച്ചിട്ട് ഇത്തിരി മരുന്ന് കഴിക്കാനുണ്ടേ. ആ, മരുന്നിന്റെ കൂട്ടം പറഞ്ഞപ്പോഴാ കാലത്ത് പറഞ്ഞ പോലെ വൈദ്യർക്ക് മരുന്ന് കുറിച്ചു കൊടുക്കാനല്ല ഞാൻ പോയത്. എന്റെ രോഗം ചികിത്സിക്കാനാ. രോഗം വെച്ചാ ഓരോ അലട്ടലുകള്, ഓരോരോ മനോവിഭ്രമങ്ങള്. തെളിച്ചു പറഞ്ഞാൽ നൊസന്നെ. ആ, ഇതൊക്കെ മരുന്നല്ല കേട്ടോ. കൂറ്റനാട്ട് അങ്ങാടിയിലെത്തിയപ്പോ താത്രിക്ക് വേണ്ടി എന്തേലും ഒന്ന് വാങ്ങണല്ലോ എന്ന് തോന്നി. ശീലമില്ലാത്തോണ്ട് എന്ത് വാങ്ങണമെന്ന് ഒരു നിശ്ചയമില്ല. ഒടുക്ക എന്റെ മനസ്സിൽ തോന്നി ഒരു കൂട്ടൊക്കെ വാങ്ങിച്ചു. ഓരോന്നരയും മുണ്ടുവാ. ഇഷ്ടായിച്ചാ വാങ്ങിക്ക. അതവിടെ വെച്ചോളൂ. എനിക്കറിയില്ലേ ഈ പെൺകിടാങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാന്ന്. അറിയാലോ, ഞങ്ങൾക്ക് സഹോദരിമാരില്ല. ഒരു തലമുറയ്ക്ക് ശേഷം കുറേയിടത്ത് കയറി വരണ ആദ്യത്തെ അന്തർജന രാത്രി. അമ്മ തന്നെ എന്റെ മനസ്സിൽ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ മാത്ര. അതും മുഖ ഓർമ്മയില്ല. പനിച്ചു കിടക്കുമ്പോ നെറ്റിയിൽ തുണി നനച്ചിട്ടിരുന്ന ഒരു നനുത്ത കൈ. അത് മാത്രം എന്റെ മനസ്സിലമ്മ. പക്ഷേ ആ ഒരു സ്പർശത്തെ പോലും ഞാൻ അനുഭവിച്ച വാത്സല്യം, കരുതൽ, സാന്ത്വനം, ഇതൊക്കെ ഇന്നും എന്റെ മനസ്സിലുണ്ട്. പിന്നെ ഏത് സ്ത്രീയെ കാണുമ്പോഴും എന്റെ മനസ്സിൽ അമ്മ വന്ന് നനുത്ത കൈ കൊണ്ട് നെറ്റിയിൽ തൊടണ പോലെ തോന്നും. ഓരോരോ മനോവിഭ്രമങ്ങൾ തന്നെ, അല്ലാണ്ട് എന്താ. അത്ര ഒരു മനോവിഭ്രമം കൊണ്ടാവാം മരിച്ചുപോയ എന്റെ അമ്മയോട് തോന്നണ അതേ സ്നേഹം എനിക്കിപ്പോ താത്രിയോട് തോന്നണതും. ആ സ്നേഹം താത്രി നേരത്തെ പറഞ്ഞ പോലെ പാതിരാത്രിക്ക് കൂടിയും കുറച്ചെഴിയുമ്പം തടുക്കുകയും നേരം ഇവിടുത്തെ ഒട്ടും ഇല്ലാതാവുകയും ചെയ്യണമെന്നാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു സ്നേഹം തിരുമേനിക്ക് എന്നോടുണ്ടെങ്കിൽ ഇനിയത് വെറുതെയാ. ഒരു വേളിയോട് നമ്പൂരാർക്ക് തോന്നേണ്ട സ്നേഹത്തിന്റെ ചില രീതികളുണ്ട്. ഉണ്ണുന്ന ഇലയോടും കിടക്കുന്ന പായയോടും തോന്നുന്ന സ്നേഹം. ഇലയാവുമ്പോ ഊണ് കഴിഞ്ഞാൽ വലിച്ചെറിയാം. പായയാവുമ്പോ ഉറക്കം കഴിഞ്ഞാൽ മടക്കി വെക്കാം. അത് മതി. അതിനപ്പുറം ഒരു സ്നേഹം അതെനിക്കിനി താങ്ങാനാവില്ല തിരുമേനി. അയ്യോ, ഞാൻ പറഞ്ഞത് താത്രിക്ക് വിഷമായോ? എന്റെ വിവരക്കേടിന് ഇങ്ങനെ വേവലാതിപ്പെടണോ? എന്റെ ഒരു ബുദ്ധിമോശം.
അയ്യോ രാത്രിയുടെ കണ്ണ് നിറഞ്ഞൂലോ. അത് വെറുതെ തിരുമേനിക്ക് തോന്നിയതായിരിക്കും. ഞാനെന്തിനു കരയണം? ഇതിനേക്കാൾ വലിയ മനോവ്യഥകളെ ഞാനൊരു ചിരി കൊണ്ട് തോൽപ്പിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിനൊരു ലക്ഷ്യമുണ്ട്, വെറും ലക്ഷ്യമല്ല, ജീവിതവ്രതം. അത് പൂർത്തിയാകും വരെ ഒരു സങ്കടവും എന്റെ കണ്ണു നനയ്ക്കില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് പൂർത്തിയാകുമ്പോ തിരുമേനിക്ക് മനസ്സിലാകും. അതുവരെ തിരുമേനിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അമ്മയോട് തോന്നുന്ന പോലെ ഒരു നല്ല സ്നേഹം തിരുമേനിക്ക് എന്നോടുണ്ടെങ്കിൽ മേലിൽ തിരുമേനി എന്റെ ദേഹത്ത് സ്പർശിക്കരുത്. കുഞ്ഞാത്തോലെ, അപ്പുറത്തെ കണ്ടഞ്ചാത മലക്കിന് ബാല്യക്കാരൻ വന്നിരിക്കണു. അവിടെ ദേഹസുഖില്ലാണ്ട് കിടന്നിരുന്ന വെല്ലിമ്പ്രാൻ കുറച്ചു മുമ്പ് മരിച്ചു അത്രേ. വാസുദേവന്റെ അച്ഛനോ? ഈശ്വര, ഞാനിന്ന് വാസുദേവനോട് കുറച്ച് മുഷിഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. ദൈവമേ, എന്തായാലും ഞാൻ അവിടെ പോകും. ഒരാഴ്ച മുൻപല്ലേ മരിച്ചു എന്ന് പറഞ്ഞ അച്ഛൻ നമ്പൂരി മാന്തോട്ടെ 16 വയസ്സുള്ള രുക്മിണിയെ വേലി കഴിച്ചു കൊണ്ടുവന്നത്. നാളെ ചെന്ന താലിമായിരുന്നൊരു കണ്ണീർ കാഴ്ച കാണാം. എനിക്കൊന്ന് കാണണം.